ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുറേ നാളായി വീണ്ടും ഒരു വീഡിയോ ഒന്നും ചെയ്യാത്ത അല്ലേ അമ്പടി. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അമ്പാടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ അതിനുള്ള ഉത്തരം തരും. ഇതൊന്നും പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ, അപ്പോൾ എടുക്കാൻ തോന്നി എടുത്ത്. അമ്പടി, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാനില്ലേക്കിൽ ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിക്കിൽ അമ്മ കുറേ വയസ്സെല്ലാം ആകുമ്പോൾ മരിക്കൂലേ? ഇതിലേക്ക് അമ്മക്കൊരു രോഗം വന്ന്, അന്നേരം നീ എന്ത് ചെയ്യും? ഈശ്വര, അങ്ങനെ അങ്ങനെ മരിക്കരുത്, അങ്ങനെയല്ല. അമ്മക്ക് ഇപ്പം സുഖമില്ലാണ്ടായി, അപ്പം അമ്മേനെ രക്ഷിക്കണ്ടേ? അപ്പം നീ എന്ത് ചെയ്യും? പിന്നെ പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് അതിന് പൈസ വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതെ, ആ പൈസ എവിടുന്നാ കിട്ടുമെന്ന് എനിക്ക് വീട്ടിൽ നിന്ന് ആരെടുത്തരും? നിങ്ങ എന്ത് പണിക്കാ പോവാ? എന്ത് പണിക്കാ പോവാ? പട്ടാളത്തിൽ. പട്ടാളത്തിൽ പോണെങ്കിൽ എന്നെ നോക്കണമെങ്കിൽ ആദ്യം എന്നാ വേണ്ടേ? നമ്മൾ ഈ ഒരു ജോലി വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യണ്ടേ? സാലറി വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യണ്ടേ? അതിന് എന്തിനാ മെനക്കെടണ്ടേ? നമ്മൾ ട്രെയിനിങ് ചെയ്യണം, പക്ഷെ നമ്മൾ അതിനായിട്ട് കഠിനമായി പ്രയത്നിക്കണ്ടേ? നമ്മൾ എന്ത് കഠിനമായിട്ട് പ്രയത്നിക്കുക? പൈസ കൊടുക്കാൻ മുമ്പേ നമ്മൾ ഈ പട്ടാളത്തിൽ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? പഠിക്കണം, അതിനു വേണ്ടി കഷ്ടപ്പെടണം അല്ലേ? ഇല്ലേക്കിൽ കുറേ കുട്ടികൾ വലിയ ആൾക്കാരെല്ലാം പഠിച്ച് ജോലി വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വൃദ്ധസദനത്തിലും ആടെയും കൊണ്ടാക്കും. അതുപോലെ നീ എന്നെ കൊണ്ടാക്കുക? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. വൃദ്ധസദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അമ്മമാരും ഈ മക്കൾക്ക് വേണ്ടാത്ത ആൾക്കാരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. അത് വൃദ്ധസദനം എന്ന് പറയുന്നത് ഈ ഉപേക്ഷിക്കപ്പെടൂലേ? അതായത് അമ്പാടി ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ അമ്പാടിക്ക് നീ അമ്പാടി പറയില്ല, എനിക്ക് അമ്മേനെ നോക്കാൻ ഇഷ്ടമല്ല, ഞാൻ നോക്കുന്നില്ല, ഉപേക്ഷിക്കും. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. കുറേ ആൾക്കാർക്ക് മക്കൾക്ക് വേണ്ടാത്ത സ്ഥലമാണ് ആടെയാ കൊണ്ടാക്കല്, വൃദ്ധസദനത്തിൽ. നീ എന്നെ കൊണ്ടാക്കുമോ? അതെ, അറിഞ്ഞാലും നീ വലുതായി കഴിഞ്ഞാൽ അറിഞ്ഞാലും എന്നെ അവിടെ കൊണ്ടാക്കൂ? കൊണ്ടാക്കൂല്ലയോ? അതെന്താ കൊണ്ടാക്കാത്ത? ഇഷ്ടം, അതിപ്പം പറയുന്നില്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടമെന്ന് പറയുമോ? കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടമെന്ന് പറയുമോ? അമ്മ വയസ്സായി, അമ്മേനെ കാണാൻ സ്റ്റൈലില്ല, അമ്മേനെ വേണ്ട, എനിക്ക് എന്നെ കൊണ്ടാക്കൂന്ന് ആർക്കറിയാം? ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു റോട്ടിൽ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, വിശന്നിട്ട് ഇങ്ങനെ നിന്നോട് ചോദിക്കും, പിന്നെ എനിക്ക് പൈസ തരുമോ ഏട്ടാ, ഭക്ഷണം വാങ്ങി തരുമോ? അങ്ങനെ കുറേ കുട്ടികൾ നമ്മൾ കാണുന്നത്. അപ്പം നീ എന്താ ചെയ്യുക? ഗുഡ്. നമ്മൾ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കരുത്, ഫുഡ് വാങ്ങിക്കൊടുക്കണം. അവരാവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അവരെങ്ങനെയുള്ള ആളാണെന്നനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഉപകാരം ചെയ്യണം. ആ ഉപകാരം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പഠിപ്പിനല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വഴി
ആരെങ്കിലും നമ്മളെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ സ്കൂളിൽ ഒന്ന് പാവപ്പെട്ട കുട്ടികളുണ്ടാവും, പെൻസിൽ വേണം ചോദിക്കും. അപ്പം നമ്മൾ എന്താ പറയുക, തരൂലെന്ന് പറയരുത്. ശരിക്കും പറ, നമ്മൾ ആദ്യം ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, വെറുതെ അടികൂടാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല അല്ലേ? അപ്പം നമ്മൾ പഠിച്ച് ഒരു ജോലിയെല്ലാം വാങ്ങി, ഇവ എന്നെ നോക്കുന്നെല്ലാം പറയുന്നുണ്ട് ഗൈസ്, നോക്കൂ ഇല്ലയോ എന്നറിയില്ല. അപ്പം കയ്യിലെ തന്നെ കൈവേദന. നോക്കണം. അച്ഛനെയോ? രണ്ടാളെയും നോക്കും, എല്ലാവരെയും. അപ്പം നമുക്കൊരു പാട്ട് പാടിയാലോ? എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ ഇൻ മനമുരുകുമൊരു താരാട്ട്. ഇനി അമ്പാടി പാട്ട് പാടേ. ഒറ്റക്ക് അമ്പാടി പാടുന്ന പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പാടും. കണ്ടൽ മഴമീ മാറിക്കൊണ്ടേയം ഇലക്കെ തൊടുവാളയനുകൊള്ളുമിനത്തെ ആണം മണത്തി വെച്ച സ്വർണ്ണ വെടിവെട്ട് എല്ലമ്മിനാട്ടി അണ്ണും തടിയാളെ കൊടുവന്നു മീനാട്ടി എല്ലമ്മിനാട്ടി അണ്ണും തടിയാളെ കൊടുവന്നു മീനാട്ടി. Guys, good night. ഒരു പാട്ട് കൂടി പടക്കളം തന്നെ ഒരു വൈരുദ്ധ വന്നല്ലോ പടയിട്ട് മാറിന്നല്ലോ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധം വന്നല്ലോ, പടയിട്ട് മാറിന്നല്ലോ പക്ഷേ ഇന്നല്ലോ വിശപ്പുദ്ധമാണല്ല മാറി വന്നത് കൃഷ്ണനല്ലേ ഇത്രാകൃതം താളം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നാളെ ഒരു മിനിറ്റ്